പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളി കണ്ടു പറ്റില്ല. എം ഡി എന്നൊരു സാധനം ഇവിടെ പറയുന്നല്ലോ വീഡിയോയില്. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്നത്. ഈ എം ഡി എന്നൊരു സാധനം സജനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിൽ ഒരു 3-3.5 കിലോ എം ഡി എം കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷനോട് അങ്ങനത്തെ അഡിക്ഷനാണ്. ഹായ് എവരിവൺ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ സജിനയ്ക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ട് വീണ്ടും ഫിറോസ് ഖാൻ രംഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെയുള്ള അവിഹിത ആരോപണങ്ങൾക്ക് പുറമെ ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ള ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ഫിറോസ് ഖാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഡ്രഗ് അഡിക്റ്റ് എന്ന് പറയുമ്പോൾ സജിനയ്ക്ക് ഇതില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വോയിസ് റെക്കോർഡ് ഇന്നലെ ഫിറോസ് ഖാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സജിന മറുനാടൻ മലയാളിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ്. അതില് ഈ അവിഹിത ആരോപണങ്ങൾക്ക് പുറമെ ഈ 1-2 എക്സ്ട്രാ കാര്യങ്ങൾ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് സജിന. അതിനെക്കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ആരോപണം എന്ന് പറഞ്ഞാൽ ദിയാസനയെ കുറിച്ചാണ്. ദിയാസന കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് പിന്നെ ഈ സജിനയുടെ ഫ്ലാറ്റിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ തന്റെ മുന്നിൽ വെച്ച് തന്നെ MDMA ഉപയോഗിക്കുകയും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ആരോപണം ദിയാസനയ്ക്കെതിരെ സജിന ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന്റെ മറുപടിയായിട്ട് ദിയാസന രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിയാസനയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഹലോ എവ്രിവൺ, ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളൻ അവരും ഫിറോസും റസൂൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു, MDMA ഉപയോഗിച്ചു, അതുപോലെ ഞാൻ MDMA കാരിയർ ആണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ അടുത്തൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ സ്കറിയ. അതിനിവിടെ ഷാജൻ സ്കറിയക്കെതിരെ കേസ് കൊടുത്തിട്ട് എന്താണ് കാര്യം? അവര് സജിനയെ ഇന്റർവ്യൂ ചെയ്തു, സജിനയ്ക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് കൊടുത്തു, അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. അതിന് അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? കേസ് കൊടുക്കേണ്ടത് സജിതയ്ക്കെതിരെ അല്ലേ? എന്തോ ആയിക്കോട്ടെ, ബാക്കി കൂടെ കേൾക്കാം. ഷാജൻ സ്കറിയക്കെതിരെ സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന് എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളൻ വീഡിയോയിലെ ഒരു പോയിന്റ് ആയ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരു തംബ്നെയിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ദിയാസനയ്ക്ക് അതാണ് ഇപ്പൊ പ്രശ്നമായിട്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ മറുനാടൻ മലയാളി കൊടുത്ത ഇന്റർവ്യൂവിന്റെ ആ ഒരു തംബ്നെയിൽ, അതിനകത്ത് ദിയാസന MDMA ഉപയോഗിച്ച കാര്യം കൊടുത്തു. ഞാൻ വേണമെങ്കിൽ ആ തംബ്നെയില് സൈഡിൽ കൊടുക്കാം. അങ്ങനെ തംബ്നെയിൽ കൊടുത്തതിന്റെ പേരിലാണ് ദിയാസന ലീഗലി അവർക്കെതിരെ മൂവ് ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂവില് ആ വ്യക്തി വിളിച്ചു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ തംബ്നെയിലിൽ കൊടുത്തത്. അതിലിപ്പോ പ്രത്യേകിച്ച് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് യൂട്യൂബേഴ്സ് ചെയ്യുന്നത് പോലെ വീഡിയോയും അല്ലാത്തതും തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത തംബ്നെയിൽ വെച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. സജിന വീഡിയോയിൽ പറഞ്ഞ കാര്യമല്ലേ, ആ ഒരു സാധനമാണ് അവർ തംബ്നെയിലാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നെ അവിടെ കേസിന് പോയിട്ട് എന്താ കാര്യം? പിന്നെ ഒരു കാര്യം നടക്കും, ആ വീഡിയോയോ അല്ലെങ്കിൽ ആ തംബ്നെയിലോ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടിപ്പോയാൽ അത് നടക്കും. അല്ലാതെ അതിൽ കൂടുതൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും നടക്കത്തില്ല. ഇത് കാരണം ആ പുള്ളിക്കാരൻ ജയിലിലാകണമെന്നൊക്കെ പറഞ്ഞാൽ അത് വ്യാമോഹമാണ്. ഇതല്ല, ഇതിനപ്പുറം ഷാജൻ സ്കറിയക്ക് എതിരെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പുള്ളിക്കാരൻ പണ്ടൊരു വ്യാജ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കെതിരെ? പൃഥ്വിരാജിനെതിരെ. അന്ന് ഇയാൾക്കെതിരെ പൃഥ്വിരാജ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ MDMA കേസ്. അതൊന്നും നടപടിയാവുന്ന കേസല്ല. അവരില്ലാത്തൊന്നുമല്ലല്ലോ തംബ്നെയിലാക്കി വെച്ചിരിക്കുന്ന. ആ ഒരു കാര്യം അതിനകത്ത് പറഞ്ഞത് കൊണ്ടല്ലേ സജിന നിങ്ങൾക്കെതിരെ ഉന്നയിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തംബ്നെയിലാക്കി വെച്ചത്. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി എടുത്തു. അപ്പൊ ഡീഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജിന ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളെയൊക്കെ വാ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ വെച്ച്. അതെങ്ങനെ ശരിയാവും ദിയാസന? നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്ന പേടി കൊണ്ടാണ് സജിന ഇങ്ങനെ ഒരു അലിഗേഷൻ വെച്ചതെന്ന്. അതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നിങ്ങൾ ഇന്നേ വരെ സജിനയ്ക്കെതിരെയോ അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടിയുടെ ആ ഒരു വിഷയം തമ്മിൽ ഒരു അക്ഷരം പോലും നിങ്ങൾ മിണ്ടിയിട്ടില്ല.
അങ്ങനെ ഒരിക്കൽ പോലും ഈ ഒരു വിഷയത്തിൽ മിണ്ടാത്ത നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും വിളിച്ചു പറയുമെന്നുള്ള ഒരു പേടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ അവള് മുന്നോട്ട് വെക്കുമോ? ഇല്ലല്ലോ, മിണ്ടാതിരിക്കല്ലേ ചെയ്യുന്നത്. നേരെ മറിച്ച് ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാത്ത നിങ്ങൾക്കെതിരെ ഇപ്പൊ ഇങ്ങനെ ഒരു അലിഗേഷനുമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കുറിച്ച് കാര്യമായിട്ട് എന്തോ പറയാനുണ്ട് എന്നല്ലേ ചിന്തിക്കേണ്ടത്. അല്ല, ഞാൻ എന്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ബാക്കിയും കൂടെ എല്ലാവർക്കും അറിയാം ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. ഡ്രഗ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ പോലും ഈ പറഞ്ഞ ഈ റീസെന്റ് നടന്ന തൂഫാൻ ഇഷ്യൂകളിലൊക്കെയും പ്രതികരിച്ചിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. നിങ്ങൾ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതി നിങ്ങൾ ഡ്രഗ് ഉപയോഗിക്കാത്ത ഒരാളാണെന്ന് പറയുന്നത് കാര്യമില്ലല്ലോ. എത്രയോ ആൾക്കാർ പരസ്യമായിട്ട് ഡ്രഗിനെതിരെ സംസാരിച്ചിട്ട് രഹസ്യമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഉത്തമ ഉദാഹരണമാണ് തൊപ്പി എന്ന് പറയുന്നത്. തൊപ്പി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കരുത്, ഭയങ്കര മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരാളുടെ പബ്ലിക് അപ്പിയറൻസ് നോക്കിയല്ല ഒരാളുടെ ക്യാരക്ടർ നിർണ്ണയിക്കുന്നത്. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ ദിയ ചേച്ചിക്ക് സജന പറയുന്നത് കള്ളമാണെന്ന് നല്ല രീതിയിൽ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിയ ചേച്ചിക്ക് ഇവിടെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. ഇല്ലെങ്കിൽ കുറച്ചൊന്ന് പേടിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന എന്നെ ഞാനൊരു ഡ്രഗ് ഡീലറാണ്, ഡ്രഗ് കാരിയർ ആണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു അലിഗേഷൻ എന്റെ മുമ്പിൽ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള പ്രൂഫ് അതിന് വെക്കണം. ആ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല, അതിന് കൃത്യമായ പ്രൂഫ് മുന്നോട്ട് വെക്കാൻ പറ്റണം. ഇതുവരെ സജനയ്ക്ക് അതിന് സാധിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും കണ്ടറിയാം സജന ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൂഫ് ഹാജരാക്കുമോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി എന്തായാലും ഇത്രയും ചീഞ്ഞ് നാറിയ സ്ഥിതിക്ക് പുള്ളിക്കാരിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും നാട്ടിക്കാനുള്ള പരിപാടിയായിരിക്കും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പൊ ദിയാസനയും കൂട്ടുപിടിച്ചത്. വെക്കണം. ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് എടുത്തിട്ട് അലക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അങ്ങനെ അലക്കുന്നതിന്റെ ഭാഗമായിട്ട് എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഇന്നലെ തന്നെ വീഡിയോ ഇട്ടതിന്റെ പുറകിൽ തന്നെ ഒരുപാട് ആളുകൾ തംബ്നെയിൽ ഉപയോഗിച്ചു കൊണ്ടിട്ട് എന്നെ മെൻഷൻ ചെയ്ത് കൊണ്ടിട്ടും ഒക്കെയുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് വിഷയത്തിന്റെ ഗൗരവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞാൻ കുറെ അധികം കാര്യങ്ങൾ ഇനി പറയും, അതെല്ലാം ഉൾക്കൊള്ളിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. പിന്നെ വീഡിയോ ചെയ്യാതിരിക്കുമോ? നമുക്കൊരു കണ്ടന്റ് കിട്ടുന്നതല്ലേ, തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യാം. പക്ഷെ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിലേ നമ്മൾ ചെയ്യത്തുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത്? എന്തായാലും ദിയ പറ, എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ ഉള്ള അലിഗേഷൻ വന്ന സ്ഥിതിക്ക് ദിയ ചേച്ചി മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ദിയ ചേച്ചിക്ക് പറയാനുള്ളത് എവിടെയാണെങ്കിലും പറയണമെന്നാണ് എന്റെ അഭിപ്രായം. കുറച്ച് നാളത്തേക്ക് അതെടുത്ത് ആഘോഷിക്കാമല്ലോ, അത്രേ ഉള്ളൂ. ഈ തംബ്നെയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്റെ ഈ ഫാമിലി എന്റെയും കുടുംബത്തിനൊക്കെ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഞാനിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിരെ നിങ്ങൾ പേര് ഉപയോഗിച്ച് അവർ ഡ്രഗ് ഉപയോഗിച്ചു പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു പോസ്റ്റർ പോലെ ഉണ്ടാക്കിയത് ഇറക്കും. അപ്പൊ ഞാൻ ഇപ്പം ഏതോ ഫൈനൽ റീൽസോ ഏതോ ഒരു പോസ്റ്റില് സജന നൂർ ദിയാസന MDMA കൊടുത്തു, വോയിസ് ക്ലിപ്പ് പുറത്തുനിന്നൊക്കെ, വോയിസ് ക്ലിപ്പ് വേറെ എന്തോ വോയിസ് ക്ലിപ്പ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ ഞാൻ നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ആക്കും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അത് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും തരാം, എല്ലാം പറയാം. ഇനിയിപ്പോ എനിക്ക് എസ്പെഷ്യലി സജന നൂർ റസൂൽ പൂക്കുറ്റി വിഷയം സംസാരിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോ എന്തായാലും നമ്മളെയൊക്കെ എനിക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടും ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്, എല്ലാം കൊണ്ട് ഞാൻ നശിച്ചു നിൽക്കുകയാണ്, അതുകൊണ്ട് എന്നാ നിങ്ങളും നശിച്ചോ എന്ന മട്ടില് എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ എന്നെയും അവളുടെ ചുറ്റുപറ്റും നിന്നിരുന്ന സുഹൃത്തുക്കളെയും വെച്ച് അവള് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ക്ലാരിറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്തായാലും ഞങ്ങളുടെ പേര് വന്നല്ലോ, ഉറപ്പായിട്ടും ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. വലിയ ഒരു ചാനൽ കിട്ടട്ടെ, നല്ല മില്യൺ ഓഫ് വ്യൂസ് കിട്ടട്ടെ, അങ്ങനെയുള്ള ചാനലിനെ തപ്പിയിട്ട് വേണം എന്തായാലും കൊടുക്കാൻ, അപ്പോഴല്ലേ അത് റീച്ച് ആകത്തുള്ളൂ. അപ്പം അത് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇന്ന് തന്നെ മിക്കവാറും ഇന്റർവ്യൂ കൊടുക്കും. അപ്പം എന്റെ കുറച്ച് തിരക്കുകൾ നിൽക്കുന്നത് കൊണ്ടിട്ടും കൂടിയാണ്. അപ്പം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എന്റെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. സോ കൂടെ നിൽക്കുന്ന വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കി നേരത്തെ കൂട്ടി അറിഞ്ഞു നിൽക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ താങ്ക് യു സോ മച്ച്. എന്തായാലും ഞാൻ വിശദമായിട്ട് പറയാം. ചേച്ചി ധൈര്യമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുക. ചേച്ചിയോടെ നമ്മളില്ലേ ഇന്റർവ്യൂ കൊടുക്കാൻ ചേച്ചി നല്ല റീച്ചുള്ള ഒരു ചാനലാണ് തപ്പി നടക്കുന്നത്. ചേച്ചി ഒരു കാര്യം ചെയ്യും, നീലക്കുയിൽ എന്റർടൈൻമെന്റിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കും. അവരാണെങ്കിൽ എന്ത് വീഡിയോ ഇട്ടാലും 1 മില്യൺ അടുത്ത് അടിക്കുന്നുണ്ട്. അതാവുമ്പോൾ നിലവാരത്തിനൊത്ത ഇന്റർവ്യൂ തന്നെയായിരിക്കും. എന്തായാലും ഇതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് പലരിലും ഇനിയും എത്താനുണ്ട്. ഇത് റസൂൽ പൂക്കുട്ടി, ഫിറോസ് ഖാൻ, സജന, ഇവര് 3 പേരും തമ്മിലുള്ള വിഷയമായിരുന്നു. അതിപ്പോ എത്ര പേരിലേക്ക് പോകുന്നുണ്ടെന്ന് നോക്കിയേ. നാളെ ഇതിനി ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഭാവിയിൽ എക്സ്പോസ്ഡ് ആവും. എന്തായാലും ദിയാസന ഇനി എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇത്രയൊക്കെയാണ് ദിയാസനയുമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്തത് സജന നൂർ കൊടുത്ത ഇന്റർവ്യൂവിൽ പരാമർശിക്കുന്ന രണ്ടാമത്തെ വിഷയം.
അതായത് സജന നൂർ പിന്നെ ദുബായിൽ പോയപ്പോ തനിക്കുണ്ടായിരുന്ന ഒരു മോശം അനുഭവം പറയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ തനിക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയം ദുബായിലേക്ക് ഒരു കൊളാബറേഷന് ക്ഷണം വരികയും പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് താൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞത്. ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ചതി? ശരിക്കും സജന എത്തിപ്പെട്ടത് ഒരു സെക്സ് മാഫിയയുടെ നടുവിലായിരുന്നു. അങ്ങനെ അവിടെ കുടുങ്ങി കിടന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ പിന്നെ സജന സഹായത്തിനായിട്ട് നോക്കിയായിരുന്നു. അങ്ങനെ സെക്സ് മാഫിയയുടെ കയ്യിൽ നിന്നും രക്ഷിച്ച ഒരു ആളായിരുന്നു റസൂൽ പൂക്കുട്ടി എന്നുള്ള രീതിയിൽ സജന ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സജനയെ ദുബായിലേക്ക് കയറ്റി അയച്ചു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരിയാണെങ്കിൽ ഫിറോസ് ഖാന് ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫിറോസ് ഖാനാണ് ഇപ്പം ആ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഫിറോസ് ഖാൻ പുറത്തുവിട്ട ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ഇവള് പറയുന്നുണ്ട്, ഞാൻ എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടുന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറെ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം ഫിറോസ് അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു ഒറ്റ മൂവിയുടെ ഇതിന്റെ ഒരു പാട്ടിന്റെ സീനൊക്കെ അപ്പൊ ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. എന്താണ് യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോ അപ്പൊ ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയുന്നത് റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കണ്ട, അപ്പൊ അവളോട് ആടി എനിക്ക് അയക്കേണ്ട, അപ്പൊ നിനക്ക് എന്ത് മെസ്സേജ്? അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയപ്പോ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവര് തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാള് ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്ക് അയച്ചു. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയാ ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. അപ്പൊ ചുരുക്കി പറഞ്ഞ റസൂൽ പൂക്കുട്ടി ഒരു കോഴിയായിരുന്നു എന്നർത്ഥം. ഏത് പെണ്ണിനെ കണ്ടാലും മൂപ്പരൊന്ന് കൊത്തി നോക്കും. അങ്ങനെ കൊത്തി നോക്കിയതിൽ വീണുപോയ ഒരാളാണ് ഈ സജന ഫിറോസ്. അതാണ് ഈ വോയിസ് ഇട്ട വ്യക്തി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കൊള്ളാം. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ചേരേണ്ടവർ തന്നെയാണ് ഈ ചേർന്നിരിക്കുന്നത്. സജന എങ്ങനത്തെ ആളാണെന്നുള്ളത് ഓൾറെഡി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. എവിടെ പോയാലും അവിടെയൊക്കെ കാമുകന്മാരെ ഉണ്ടാക്കുന്നതാണ് സജനയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അതിന്റെ പ്രൂഫുകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിറോസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും പുള്ളിക്കാരൻ പെണ്ണുങ്ങളെ എല്ലാം ഒന്ന് കൊത്തി നോക്കുന്നത് സ്ഥിരമാണ്. രണ്ടും കറക്റ്റ് മാച്ചായിട്ടുള്ള സ്വഭാവം തന്നെ. ചക്കിക്കൊത്ത ചങ്കരൻ. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്, അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. കാന്തന്റെ വിശേഷം. അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങൾ എല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി ആ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ആ ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഇവൾക്ക് ഇതിനൊക്കെ സാധിക്കുന്നത് ഭർത്താവിനെ വിളിച്ച് ഫോൺ വെച്ച ഉടനെ കാമുകനെ വിളിച്ച് സംസാരിക്കുന്നു. ഒരേ സമയം ഭർത്താവിനെ സുഖിപ്പിക്കുകയും കാമുകനുമായിട്ട് സുഖിക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു തരം മൈൻഡ് സെറ്റ് ആണ് കേട്ടോ ഇത്. ഒന്നും പറയാനില്ല. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എന്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളിയും കണ്ടു പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയില്. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന് ഒരു 3-3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണ. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ ഒരു അങ്ങേറ്റത്തെ അഡിക്ഷൻ. ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തട്ടി വിടുന്ന പോലെയാണ് തോന്നുന്നത്.
സജനയെ പിടിച്ചു കുറഞ്ഞ 3-3.5 കിലോ MDMA പുറത്തു വരുമെന്ന്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വോയിസ് ഇട്ട വ്യക്തിയുടെ അടുത്ത് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടായി കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാണ് സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവള് ചെയ്ത കാര്യമാണത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് എന്താണ് ഇതില്ലാന്ന് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ചെയ്ത ആരുടെ നെയിൽ പോളിഷാണ് അത്, ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുദിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുദിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെയൊന്നും ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സജന ഫിറോസിന്റെ കുറെ അവിഹിത കഥകളൊക്കെ പിന്നെ ഫിറോസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, തെളിവ് സഹിതം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ വോയിസിൽ പറയുന്ന വ്യക്തി പറയുന്നത്. അവൾക്ക് ഒരാളെ പറ്റിച്ചിട്ട് പല ആണുങ്ങളുടെ കൂടെ ഇറങ്ങാനുള്ള അല്ലെങ്കിൽ പിന്നെ അവിഹിതം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതല്ല. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങേര് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അതിനവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്റെ കയ്യിലുള്ള പ്രൂഫൊക്കെ കൊടുത്തിരുന്ന സജന ഈ ഇതിലും ജില്ല വിട്ട് ഓടിപ്പോണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ പ്രൂഫുകൾ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുവിടുന്നില്ല? ഈ അലിഗേഷൻ പറയാനും സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കാനും എല്ലാവരെ കൊണ്ടും പറ്റും. സജനയെ ഇത്രയും കാലം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിറോസ് ഖാനെതിരെ ഓരോരോ അലിഗേഷൻ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ തെളിവുകളൊന്നും കൊണ്ടുവരത്തില്ല. അതിന്റെ കൂട്ടത്തിൽ പറയും ആ പ്രൂഫ് ഉണ്ട് ഈ പ്രൂഫ് ഉണ്ടെന്ന്. പക്ഷെ ഫിറോസ് ഖാൻ അങ്ങനെയല്ല ചെയ്തത്. കറക്റ്റ് എല്ലാ പ്രൂഫുകളും നിരത്തി പിടിച്ചാണ് പറഞ്ഞത്. പുള്ളിക്കാരിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്, സജനയ്ക്കെതിരെ എന്തെങ്കിലും ആ പ്രൂഫ് ഉണ്ട് ഈ പ്രൂഫ് ഉണ്ടെന്ന്. പക്ഷെ ഒന്നും ഉണ്ടാവത്തില്ലെന്ന് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രൂഫുമായിട്ട് രംഗത്ത് വാ. ഇപ്പൊ നിലവില് ഫിറോസിനെ വിശ്വസിക്കാനും സജനയെ അവിശ്വസിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, സജനയ്ക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പിന്നെ ഫിറോസ് ഹാജരാക്കിയിട്ടുണ്ട്. തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റും. തെളിവുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി പാടായിരിക്കും. വേറൊരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്, ഇവൾക്ക് അവനോട് സ്നേഹം, എന്നിട്ട് അവരായിട്ട് തല്ലുപിടിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയെന്ന് ആദ്യമൊക്കെ നമുക്കൊക്കെ ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്ന് ഈ പറഞ്ഞ റസൽപ്പുക്കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റസൽപ്പുക്കുട്ടി വിളിക്കുമ്പോ എന്റെ പൊന്നിക്ക, എന്റെ ജീവിതത്തിൽ എന്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് ആരും വിളിക്ക, എനിക്ക് ഇക്ക മാത്രം വിളിക്ക, ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പില്ല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാല് അവരെ തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവര് വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവള് സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവള് സംസാരിക്കും. ഞാൻ എന്റെ കെയർ ഓഫിൽ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവൾ അവരുടെ അടുത്ത് പൈസ വേണം എടാ പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, അത് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ കയറ്റി വിട്ടുന്ന് ഈ നല്ല ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ പേര് അവള് പറയട്ടെ. അപ്പൊ അറിയാം ഫിറോസിന്റെ വീഡിയോയിൽ പറഞ്ഞ ആൾക്കാരുടെ പേരാണോ സജനക്ക് പറയാനുള്ള പേരെന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അല്ലാണ്ട് സജനക്ക് അവിടെ ആരുണ്ട്? ഞാൻ തരാം പ്രൂഫ്. സജനെ എയർപോർട്ടിൽ കയറ്റി വിട്ടാലാണ് പൊളിച്ചടുക്കി തരാം ഞാൻ സജനയുടെ എല്ലാ കാര്യങ്ങളും. ഞാൻ സെലിബ്രിറ്റി അല്ല. എന്നെ ഇപ്പൊ സജന വന്നതിന് അവള് വൃത്തിയിട്ടാളാണ്, അവൾ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന എന്റെ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളതും സജന എന്താണെന്നുള്ളതും. അപ്പം ഞാൻ കയറ്റിവിട്ട എന്റെ സുഹൃത്തിനെ ഞാൻ വിളിക്കുകയാണ്, ഞാൻ സംസാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇവള് അവിടെ അപ്പൊ അതിനു മുമ്പ് ഇവള് നാട്ടിൽ നിന്ന് ഇടക്കിടക്ക് നാട്ടിൽ വിളിച്ചിട്ട് ഇവരൊക്കെ വിളിച്ചിട്ട് എന്താണ് ചെക്കന്റെ ഇപ്പൊ ഇന്നാളെ ഒരു അലിഗേഷൻ ഒക്കെ വന്നല്ലോ, അവന്റെ പേര് ഞാൻ പറഞ്ഞു. ആ പുള്ളീനെ വിളിച്ചിട്ട് എടാ എനിക്കൊരു ഇത് സെറ്റ് ചെയ്ത് തരണോടാ ഫിറോസ്. അവളെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഫിറോസ് നീ നിന്റെ മറ്റേ എക്സ് ഗേൾഫ്രണ്ടിന്റെ അവളുടെ കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പൊ എനിക്ക് വന്നിരുന്ന് പറയണം, എന്തെങ്കിലും പറയണം, നീ എനിക്കൊരു ഇത് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് നാട്ടിൽ അവൾക്കൊരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തത്. ആ വിളിച്ച് പറയുന്ന സമയത്തൊക്കെ ഞാനുണ്ട് അവിടെ.
ഷിയാസ്, അത് തന്നെ ആ ചെക്കനാണ്. അവനെ വിളിച്ചിട്ട് അപ്പൊ അവനെ വിളിക്കും. സച്ചിനെ കണ്ടില്ലേ? വീഡിയോ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നോ സച്ചിന? ഷിയാസ് കരീം ഉണ്ട് ഇതില്, അവന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ ആൾക്കാരാണല്ലോ ഈ ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആദ്യം വെറും ഈ റസൂൽ പൂക്കുട്ടി, ഫിറോസ്, സജിന ഒക്കെ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിലേക്ക് ഷിയാസ് കരീമും ദിയ സനയുമാണ് എൻ്റർ ആയിരിക്കുന്നത്. എന്തായാലും ഇനി കണ്ടു തന്നെ അറിയണം. ഇനി ഇപ്പൊ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ വോയിസ് പറയുന്ന വ്യക്തി സജിനയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ശരിക്കും തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും. ഈ വോയിസ് വിട്ട ആള് പറയുന്നുണ്ട് എന്തൊക്കെയോ തെളിവുകൾ ഉണ്ടായി എന്നുള്ള കാര്യം. എന്തായാലും അതൊക്കെ ആയിട്ട് വാ. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.